നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് നൈറ്റ് നടക്കാൻ പോകുന്ന 9 മണിക്കൂറിന് ശേഷം നടക്കാൻ പോകുന്ന ബൊറൂസിയ ഡോട്ട്മണ്ട് മാച്ചിൻ്റെ 2 മാച്ചുണ്ട്. ബൊറൂസിയ മംഗൾബാച്ച് ഉണ്ട്, ബൊറൂസിയ ഡോട്ട്മണ്ട് ഉണ്ട്. ബൊറൂസിയ മംഗൾബാച്ചിൻ്റെ ആ മാച്ച് ഒരല്പം റിസ്ക്കിയാണ്, അതുകൊണ്ട് ഞാൻ ആ മാച്ച് തരുന്നില്ല. നിങ്ങൾക്ക് എപ്പോഴും ഒരുവിധം നല്ല ടീംസാണ് അല്ലെങ്കിൽ നല്ല മാച്ചാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് സജസ്റ്റ് ചെയ്യാൻ പോകുന്ന മാച്ച് ബൊറൂസിയ ഡോട്ട്മണ്ട് വേഴ്സസ് പാഡ്ഹോൺ. അപ്പോൾ നമ്പർ 2-ൽ നിൽക്കുന്ന ടീമും ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന ഒരു ടീമും തമ്മിലുള്ള ഒരു മാച്ചാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലൈറ്റ്ലി നമ്മൾ ബൊറൂസിയ ഡോട്ട്മണ്ടിനെ ഫേവറേറ്റ് ആയിരിക്കും ഇടുന്നത്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവരുടെ H2H കാര്യങ്ങളാണെങ്കിലും ഇങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് ഉണ്ട്. അതെല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതിൽ ഞാൻ പതിവിലും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരൊറ്റ വെബ്സൈറ്റിൻ്റെ കാര്യം മാത്രമേ മുന്നേ പറഞ്ഞു തന്നിട്ടുള്ളൂ, സോഫാ സ്കോർ വഴിയാണ് ഇത്രയും നാൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ടീം ഇടാൻ റെഡി ആണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ടീമിൻ്റേതായിട്ടുള്ള കുറച്ച് പ്ലസ്സും അവരുടെ വീക്ക്നെസ്സും പിന്നെ കുറച്ച് ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും ഈ വീഡിയോയിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് ഈ വീഡിയോ ഇരുന്ന് കാണുക. ഇത് മസ്റ്റ് വാച്ച് ആണ്. നിങ്ങൾക്ക് ഇന്ന് GL അടിക്കാൻ അത്രയും ചാൻസ് ഉണ്ട്. ഈ മാച്ച് കുറച്ചും കൂടെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും GL ട്രൈ ചെയ്യണം. 11 ടീം വെച്ചിട്ട്, ഒറ്റ ടീം വെച്ചിട്ട് ആരും ട്രൈ ചെയ്യാൻ പോകരുത്. അങ്ങനെയാണെങ്കിൽ ട്രൈ ചെയ്യണ്ട. 11 ടീം വെച്ചിട്ട് ട്രൈ ചെയ്യാൻ നോക്കുക മാക്സിമം. കാരണം ഒരുവിധം നല്ല ടീമാണ്. SL ആണെങ്കിലും ഒരുവിധം നല്ലതാണ്. സോ നമുക്ക് സ്ട്രെയിറ്റ് അവേ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് പ്രിവ്യൂയിലേക്ക് പോവാം. അപ്പോൾ ബൊറൂസിയ ഡോട്ട്മണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ ലാസ്റ്റ് മാച്ച് ബയൺ മ്യൂണിക്കായിട്ട് തോറ്റു. അപ്പോൾ അവർ അതുകൊണ്ട് തന്നെ അവരുടെ ടൈറ്റിൽ മോഹം എന്നുള്ളത് അവർ ഡ്രോപ്പ് ചെയ്തു. ടൈറ്റിൽ ഇനി എന്തായാലും അവർക്ക് കിട്ടത്തില്ല, അതിനി ബയൺ മ്യൂണിക്കിന് സ്വന്തമാണ്. അപ്പോൾ ബൊറൂസിയ ഡോട്ട്മണ്ട് ഇന്ന് വരാൻ പോകുന്നത് ആ ഒരു മാച്ചിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും. ഇന്ന് അവരുടേത് എവേ മാച്ചാണ്, അതുകൂടെ നോക്കുക. എവേയിലാണെങ്കിലും ഹോമിലാണെങ്കിലും ഒരുവിധം അത്യാവശ്യം നല്ലോണം കളിക്കുന്ന ഒരു ടീമാണ്. പക്ഷേ എവേയിലെ ഏറ്റവും ബെസ്റ്റ് ടീം ബയൺ മ്യൂണിക്കാണ്. ബൊറൂസിയ ഡോട്ട്മണ്ട് എവേയിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബാക്കിലോട്ടാണ്. പക്ഷേ എന്നിരുന്നാലും ഇന്നത്തെ ഒരു മാച്ച് അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ അവർ മാക്സിമം കളിക്കാൻ ചാൻസ് ഉണ്ട് നല്ലോണം. പിന്നെ കഴിഞ്ഞ മാച്ചിൽ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞ പോലെ ബയൺ മ്യൂണിക്കുമായിട്ടുള്ള ഒരു കാര്യം. പിന്നെ പാഡ്ഹോണിനെ സംബന്ധിച്ചിടത്തോളം അവർ ലാസ്റ്റ് 9 ലീഗ് ഫിക്ചേഴ്സിൽ കഴിഞ്ഞ 3 മാച്ചും ഡ്രോ ആണ്. 3 in a row ഡ്രോ ആണ്. ലാസ്റ്റ് മാച്ച് ഓക്സ്ബർഗുമായിട്ട് 0-0 ഡ്രോ ആണ്. പക്ഷേ അവർ മെയിൻസിനെയും ബാക്കിലായിട്ട് 15th പൊസിഷനിലാണ് ഇപ്പോൾ കിടക്കുന്നത്. പക്ഷേ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ വായിച്ച് നോക്കണം. അതായത് കഴിഞ്ഞ നവംബറിൽ ലാസ്റ്റ് ഇയറിൽ റിവേഴ്സ് ഫിക്ചർ നടന്ന സമയത്ത് 3 goal ലീഡിലാണ് ഹാഫ് ടൈമിൽ പാഡ്ഹോൺ മുന്നിട്ട് നിന്നത്. പക്ഷേ എന്നിരുന്നാലും ബൊറൂസിയയുടെ ആ ഒരു ബ്രില്യൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് തിരിച്ച് 3-3 തിരിച്ച് വരാൻ പറ്റി. അതുകൊണ്ട് ആ മാച്ച് ഡ്രോ ആയി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ബിഗ് അപ്സെറ്റ് ആയിരുന്നു ആ മാച്ചിൽ ഉണ്ടായിരുന്നത്. അന്ന് സ്കോർ ചെയ്ത ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ഉണ്ട്, മാംബ ട്വൈസ് ആണ് ആ കളിയിൽ സ്കോർ ചെയ്തിരിക്കുന്നത്. ഇനി മാച്ചിൻ്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാഡ്ഹോൺ 2 കളിയിൽ ഡ്രോ ആണ് ലാസ്റ്റ് ബൊറൂസിയ മീറ്റിംഗ്സുമായിട്ട്. 1 കളിയിൽ ലോസ് ചെയ്തു. അപ്പോൾ ഡ്രോ ആവാനുള്ള ചെറിയൊരു സ്ലൈറ്റ് ചാൻസ് ഈ മാച്ചിൽ കാണുന്നുണ്ട്. പിന്നെ എവേയും കൂടെ ആയതുകൊണ്ട് തന്നെ. പിന്നെ ബോട്ട്മൻ സൈഡ്, അതായത് നമ്മുടെ പാഡ്ഹോൺ 3-0 റിവേഴ്സ് പിക്ചറിൽ മുന്നിട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ അതിൽ മാംബ സ്ക്വാഡ് ട്വൈസ് ആണ്. പക്ഷേ എന്നിരുന്നാലും അവരെങ്ങനെയെങ്കിലും ആ മാച്ചിൽ ഡ്രോ പിടിച്ചു. പക്ഷേ മാംബ ആ ഒരു മാച്ചിന് ശേഷം ഇതുവരെയും സ്കോർ ചെയ്തിട്ടില്ല. അതും നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ഔട്ട് ഓഫ് ഫോം ആണ്. പിന്നെ ജാനുവരിയിൽ സൈൻ ചെയ്ത സ്കെർബണി എന്ന പ്ലെയർ നല്ല ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്, അസിസ്റ്റ് കൊടുക്കാനും ഗോൾ അടിക്കാനും. ഇത്രയും നാൾ മുന്നിട്ട് നിന്ന മാംബെ, ആ ഒരു ജാനുവരി സൈനി പ്ലെയർ ഇത്രയും മാസം കൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം അതേ ലെവലിലെത്തി, മാംബയെ പോലെ തന്നെ. ഇനി ഡോട്ട്മണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഡോട്ട്മണ്ട് പാഡ്ഹോണുമായിട്ട് ഇതുവരെയും തോറ്റിട്ടില്ല. 3 കളിയിൽ ജയിച്ചിട്ടുണ്ട്, 2 കളിയിൽ ഡ്രോ ആണ്. അറ്റ്ലീസ്റ്റ് 2 ഗോളെങ്കിലും ആവറേജിൽ അവർ സ്കോർ ചെയ്യാറുണ്ട്. മിനിമം 2 അത് നിങ്ങൾ നോക്കണം. അതിൽ കൂടുതലും സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആവറേജ് ആയിട്ട് ഒരു 2 goals എങ്കിലും മിനിമം അവർ സ്കോർ ചെയ്യാറുണ്ട്. പിന്നെ ഹാലൻഡ് കഴിഞ്ഞ 11 മാച്ചിൽ 10 goal സ്കോർ ചെയ്തു. പക്ഷേ കഴിഞ്ഞ 2 കളിയിൽ നിന്നും ഹാലൻഡിന് ഇതുവരെയും ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാറ്റാണ്.
2 ലീഗ് മാച്ചസിൽ ഇതുവരെയും സ്കോർ ചെയ്യാതെ പോയിട്ടില്ല ഹാളൻഡ്. ഓൾറെഡി ഡോട്ട്മണ്ടിന്റെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറായി മാറിക്കഴിഞ്ഞു ഹാളൻഡ്, റൂയേഴ്സിൻ്റെയും സാൻജോയുടെ ഇടയിൽ. ഇനി ഇഞ്ചുറിയുടെ കാര്യം പറയുകയാണെങ്കിൽ പാഡ്ഹോണിന് ഗ്ലാസ്ഗുള എന്ന് പറഞ്ഞ പ്ലെയർ സസ്പെൻഡഡ് ആണ്. ഡൗട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ കിളിയാൻ, മാച്ച് ഫിറ്റ്നസ്, സബ്ജക്റ്റ് ടു മാച്ച് ഫിറ്റ്നസ്. പിന്നെ നമ്മുടെ ഡോട്ട്മണ്ടിന്റെ കാര്യം സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ് ന്യൂസ് ഇസ് കമ്മിങ്. ഹാളൻഡിന് നീ ഇഞ്ചുറിയാണ്, അപ്പോൾ കളിക്കാൻ ചാൻസ് കുറവാണ്. പിന്നെ റിയൂസ് ആസ് യൂഷ്വൽ ദ ഇഞ്ചുറിയാണ്. ഷൂൾസ് മസ്കുലർ ഇഞ്ചോയ്, പിന്നെ സെഗഡു നീ. പിന്നെ ദഹോദിന്റെ കാര്യവും ഒരു ഇഞ്ചുറി സ്കെയർ ഉണ്ട്. പക്ഷെ ദഹോദ് കളിക്കോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് മനസ്സിലാവും. പ്രോബബിളിൽ ദഹോദിന് ചിലപ്പോൾ ചില സൈറ്റുകളിൽ ഇൻക്ലൂഡഡ് ആണ്, ചില സൈറ്റിൽ ഇൻക്ലൂഡഡ് അല്ല. സോ അത് നിങ്ങൾ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഡെലാനി എന്ന് പറഞ്ഞ പ്ലെയർ കളിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 1-2 ആണ്. കാരണം ലാസ്റ്റ് കുറച്ച് മാച്ചസ് പാഡ്ഹോണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു സ്കോറെങ്കിലും അവർ ഹോമിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. ഒരു ഗോളെങ്കിലും മിനിമം ഹോമിൽ. അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ബൊറൂസിയ ഡോട്ട്മണ്ടിനെ സംബന്ധിച്ചിടത്തോളം ആവറേജ് ഒരു 2 ഗോൾസ് എന്നുള്ളത് കൊണ്ട് എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ 2-1 എന്നുള്ള സ്കോർ ലൈനിൽ വേണം നിങ്ങൾ പോകാൻ. പക്ഷേ പ്രിഫറബിളി ഡോട്ട്മണ്ട് കുറച്ച് സ്ട്രോങ്ങർ സൈഡ് ആയതുകൊണ്ട് തന്നെ SL നിങ്ങളൊരു ക്ലീൻ ഷീറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പോണന്റ് നിങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്ലീൻ ഷീറ്റ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പോകണം മാക്സിമം. പിന്നെ എർലിംഗ് ഹാളൻഡ് ഈ കളിയിൽ ഈ മാച്ചിൽ കളിക്കുന്നില്ല. അതൊരു ബിഗ് ലോസ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ എന്നിരുന്നാലും സാൻജോ കഴിഞ്ഞ കളിയിലാണെങ്കിൽ കൂടെ അത്രയും ഒരു പെർഫെക്റ്റ് ഗെയിം ആയിരുന്നില്ല. സാൻജോ ഫുൾ ലൈനപ്പിൽ ഇറക്കാത്തതിൻ്റെ റീസൺ മാനേജർ പറഞ്ഞത് ഫുള്ളി ഫിറ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ല. സാൻജോ എന്ന് കളിക്കാൻ തന്നെയാണ് മാക്സിമം ചാൻസ് ഉള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം മിസ്സാവും. ഇനി നമുക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റാറ്റിലേക്ക് പോവാം. ഇതാണ് പ്രോബബിൾ ലൈനപ്പ് എന്നുള്ള രീതിയിൽ സോഫ സ്കോർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ദഹോദിനെ നമ്മൾ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ ചിലപ്പോൾ ദഹോദ് കളിക്കില്ല എന്നുണ്ടെങ്കിൽ ഡെലാനി വരാനാണ് ചാൻസ്. ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഷെർബനി, മാംബ, ഹോൾട്ട്മാൻ, റിറ്റർ, റാസിൽഡാസ്, ആൻഡി അർജെ, കോളിൻസ്, സ്കോൾനോ, ഹ്യൂനിവർ, ഡ്രാഗർ. ഇവരെ സംബന്ധിച്ചിടത്തോളം ജൂലിയൻ ബ്രാൻഡ് അവരൊരു ഫോർമേഷൻ തന്നെ മാറ്റിയിട്ടുണ്ട്. ജൂലിയൻ ബ്രാൻഡ്, തോർഗൻ ഹസാർഡ്, ജാഡൻ സാൻജോ, റാഫേൽ ഗുറേറോ, എംറെ ഖാൻ, ദഹൂദ്. ഇവിടെയാണ് ഒരു ചെറിയ കൺഫ്യൂഷൻ. ഹക്കീമി, പിഷിക്, ഹമ്മൽസ്, അക്കാഞ്ചി. ഇനി ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഇവരുടെ S2Hന്റെ കാര്യങ്ങൾ മാത്രമേ ഈ സൈറ്റിൽ നിന്ന് പറയുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന പുതിയ സൈറ്റിൽ നിന്നായിരിക്കും ഞാൻ കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ള രീതിയിൽ പറയാൻ പോകുന്നത്. ഇനി S2Hന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാച്ചിൽ ഞാൻ പറഞ്ഞ പോലെ 3-3 ആണ് അവർ സ്കോർ ചെയ്തത്. അതിൻ്റെ ലൈനപ്പ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം ആരൊക്കെയാണ് സ്കോർ ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിൽ സ്കോർ ചെയ്തത് മാംബ 2 ഗോൾ അടിച്ചു, പിന്നെ ഹോൾട്ട്മാൻ 1 ഗോൾ അടിച്ചു. ഇവരെ സംബന്ധിച്ചിടത്തോളം സാൻജോ, റോയ്സ്, വിറ്റ്സൽ. ആക്സൽ വിറ്റ്സലും ഈ മാച്ചിൽ കളിക്കാന്നുള്ള കാര്യം ഡൗട്ടാണ്. കാരണം ആക്സൽ വിറ്റ്സലിൻ്റെ കാര്യത്തിൽ ഇഞ്ചേർഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കളിക്കുമെന്നുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. കളിക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പിക്ക് ചെയ്യേണ്ട ഒരു പ്ലെയറാണ് ആക്സൽ വിറ്റ്സൽ. മിഡ്ഫീൽഡിൻ്റെ മെയിൻ ചെയിൻ പുള്ളിയുടെ കയ്യിലാണ്. ഇനി അതിന് മുന്നത്തെ മാച്ച് 2017 ബൊറൂസിയ 6 ഗോൾസ് ആണ് പാഡ്ഹോണ്ടുമായിട്ട്. അതിന് മുന്നേ 7-1, അതിന് മുന്നേ 3-0. പക്ഷേ റീസെൻ്റ് ആയിട്ടുള്ള റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. അതിൽ അവർ വല്ലാത്തൊരു അപ്സെറ്റ് വരേണ്ട ഒരു മാച്ചായിരുന്നു അതർ ദാൻ ദാറ്റ് 3 ഗോൾസ്. ഇനി ബൊറൂസിയയുടെ പാഡ്ഹോണിൻ്റെ ലാസ്റ്റ് ഹോം സീരീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാം നോക്കുമ്പോൾ അറിയാം. ഞാൻ ഒരു കാര്യം എടുത്തു പറഞ്ഞു, ഒരു ഗോളെങ്കിലും മിനിമം അവർ സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബെയർ ലെവർകൂസൻ സ്ട്രോങ് ടീമാണ്, പക്ഷേ 1 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. വൂൾസ്ബർഗ് സ്ട്രോങ് ടീമാണ്, 2 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ഹെർത്ത BSC ആയിട്ട് 1 ഗോൾ, പിന്നെ FC കോലിനുമായിട്ട് 1 ഗോൾ, അതുപോലെ ഹോഫൻഹൈനുമായിട്ട് 1 ഗോൾ. അത് ഡ്രോ ആയിരുന്നു. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അവർ മിനിമം അവർ ഹോമിൽ 1 ഗോളെങ്കിലും സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി അല്ലാണ്ട് എവയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ സ്കോർ ചെയ്തിട്ടില്ല. ഇവിടെ എവയാണ് സ്കോർ ചെയ്തിട്ടില്ല, ഇവിടെ എവയാണ് സ്കോർ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഇവർ ഹോമിൽ 1 ഗോളെങ്കിലും സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഐഡിയയിൽ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സ്മോൾ ലീഗിൽ ഒരു അല്പം റിസ്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കുക. ഇനി ഡോട്ട്മണ്ടിൻ്റെ കാര്യം സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അവരുടെ പാരീസ് സെയിന്റ് ജെർമൻ, അത് UEFA ചാമ്പ്യൻസ് ലീഗിൽ അവർ 2-0 തോറ്റിട്ടുണ്ട്. അത് ഒഴിച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ലെവർകൂസനുമായിട്ടും അവർ തോറ്റിട്ടുണ്ട് എവയിൽ. ലെവർകൂസൻ സ്ട്രോങ് ടീമാണ്. പക്ഷേ അതിന് ശേഷമുള്ള മാച്ചുകളിലെല്ലാം അവർ ജയിച്ചിട്ടുണ്ട് എവയിൽ. സോ എന്നിരുന്നാലും ഒരു 1 ഗോളെങ്കിലും കയറാൻ ചാൻസ് ഉണ്ട്. കാരണം അത് ടീമിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഞാനത് എടുത്ത് പറയാം. അതുകൊണ്ടാണ് ഞാൻ പുതിയ സൈറ്റ് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞത്.
ഇനി ഹോമിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാഡ്ബോൺ വളരെ വളരെ ബോട്ടത്തിലാണ്. ലാസ്റ്റ് ഒരു മാച്ച് ഡ്രോ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല പാഡ്ബോണിനെ സംബന്ധിച്ച് പറയാനായിട്ട്. എവയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഡോട്ട്മണ്ട് കുറച്ച് താഴെയാണ്. ഓവറോളിൽ സെക്കൻഡ് റാങ്ക് ആണെങ്കിലും എവയിൽ നോക്കുമ്പോൾ അവർ 5th റാങ്ക് ആണ്. കാരണം കുറച്ച് മാച്ചസ് അവർ തോറ്റിട്ടുണ്ട്. അതുപോലെ ഗോൾസ് അക്സെപ്റ്റഡ് റേഷ്യോ വളരെ കൂടുതലാണ്. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന സൈറ്റാണ് whoscore.com. whoscore.comൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടീമിൻ്റെ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ ഒരു ടീമിൻ്റെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ടീമിൻ്റെ കൂടുതൽ കാര്യത്തിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഒഫൻസീവ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ള സാൻജോ ആണ്. അസിസ്റ്റ് 16, 1888 മിനിറ്റാണ് ടോട്ടൽ കളിച്ചിട്ടുള്ളത്. അതിൽ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 7.74. ഇനി എവയുടെ കാര്യം നമുക്ക് ഇപ്പോൾ എവേ മാച്ച് ആയതുകൊണ്ട് നമുക്ക് എവയുടെ കാര്യങ്ങൾ നോക്കാം. എവയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തത് സാൻജോ ആണ്. അത് കഴിഞ്ഞിട്ട് ഹക്കീമി, അത് കഴിഞ്ഞ് എർലിംഗ് ഹാലൻഡ്, പിന്നെ തോർഗൻ ഹസാർഡ്, പിന്നെ ആക്സൽ വിറ്റ്സൽ. ഇത്രയാണ് എവയിൽ നമുക്ക് സ്കോർ ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്നാലും ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് റാഫേൽ ഗുറയുടെ കാണാൻ പറ്റും. കാരണം ഹോമിൽ പുള്ളി കൂടുതൽ സ്കോർ ചെയ്തിട്ടുണ്ട് റാഫേൽ ഗുറയുടെ. അപ്പോൾ ഇത് എവേ മാച്ചിൻ്റെ കാര്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എവയുടെ കാര്യങ്ങളാണ് കൂടുതൽ നോക്കേണ്ടത്. അപ്പം നിങ്ങൾ GL നോക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. അവരുടെ ഗോൾ സ്കോറേഴ്സിൻ്റെ കാര്യം. എവയിൽ ഹക്കീമിയാണ് കുറച്ചും കൂടെ ഗോൾസ് കൂടുതൽ സ്കോർ ചെയ്തിട്ടുള്ളത് ജാഡൻ സാൻചോ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഹക്കീമിയെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു ക്യാപ്റ്റനായിട്ട് എവിടെയെങ്കിലും സെലക്ട് ചെയ്യാം. ഇനി ഡിഫൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴാണെങ്കിലും ഡിസിപ്ലിൻ്റെ കാര്യം അതുപോലെ തന്നെ ക്ലിയറൻസിൻ്റെ കാര്യമായിരിക്കും കൂടുതൽ പറയുന്നത്, ടാക്കിൾസും അങ്ങനെയൊക്കെ. അപ്പോൾ ടാക്കിൾസ് ഏറ്റവും കൂടുതലുള്ളത് ഡിലാനിയാണ്. ഡിലാനി കളിക്കുകയെന്നുണ്ടെങ്കിൽ ഡിലാനി മസ്റ്റായിട്ട് ഇടുക. പിന്നെ ഹക്കീം ഇവിടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് അതിൽ തന്നെ എവയുടെ കാര്യങ്ങൾ നോക്കാം. എവയുടെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നമുക്കിവിടെ റാഫേൽ ഗുറേറയാണ് നമുക്ക് എവയിൽ ഏറ്റവും കൂടുതൽ ടാക്കിൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡെലാനിയെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഹക്കീമി നിങ്ങൾക്കറിയാം എത്ര ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. പിന്നെ ഞാൻ എംറെ ഖാൻ്റെ കാര്യം പറഞ്ഞു. എംറെ ഖാൻ്റെ കാര്യം ഞാൻ എന്തുകൊണ്ട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വളരെ നല്ല പ്ലെയറാണ്. ഇനി നമുക്ക് സമ്മറി നോക്കാം. സമ്മറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബെസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞാൽ ജാഡൻ സാൻചോ ആണ്. ഇനി എവയുടെ കാര്യങ്ങൾ നോക്കാം. എവയുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ എർലിംഗ് ഹാലൻഡ് ആണ് ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളത്. കാരണം മിനിറ്റ്സിന് അനുസരിച്ചിട്ടുള്ള ഗോൾസ് കൂടുതലാണ് പുള്ളിക്ക്. പിന്നെ ഡാൻ ആക്സൽ സെക്കോഡ് ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയിരുന്നു. പക്ഷേ ഇഞ്ചോർഡ് ആണ്, കളിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ ജാഡൻ സാൻചോ ഇമ്പോർട്ടൻ്റ് ആണ്. ഹക്കീമി നിങ്ങൾക്കറിയാം എവയിലും അതുപോലെ തോർഗൻ ഹസാർഡ് എവയിൽ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ്. എംറെ ഖാൻ നിങ്ങൾക്ക് ടോപ്പ് 6 നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സ് കുറച്ച് പേര് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് GL ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി പാസിങ്ങിൻ്റെ കാര്യവും നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്. പാസിങ്ങിൽ നമുക്ക് എവയെ നോക്കുകയാണെങ്കിൽ അതിലും നമുക്ക് ജാഡൻ സാൻചോ ആണ് മുന്നിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ തോർഗൻ ഹസാർഡ്, പിന്നെ ഹക്കീമി. നിങ്ങൾക്ക് എവിടെയും ഹക്കീമിയെ കാണാൻ പറ്റും. അപ്പോൾ ഹക്കീമിയെ നിങ്ങൾക്കൊരു ക്യാപ്റ്റൻ എന്ന് വയ്ക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല GL. ഇനി ടീമിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്റ്റാറ്റാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ടീമിൻ്റെ മൊത്തത്തിലുള്ള സ്റ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീമിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടെന്ന് പറഞ്ഞാൽ ഫിനിഷിംഗ് സ്കോർ ചാൻസസ്. നിങ്ങൾക്കറിയാം സ്കോർ ചെയ്യാൻ മിടുക്കന്മാരാണ് അവർ. കൗണ്ടർ അറ്റാക്കിംഗ് വളരെ വളരെ സ്ട്രോങ് ആണ്. കമ്മിങ് ബാക്ക് ഫ്രം ലോസിംഗ് പൊസിഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞ മാച്ചിൽ 3-0 ആയിരുന്നു പാഡ്ഫോണിൻ്റെ കൂടെ. പക്ഷേ അവർ തിരിച്ച് 3-3 എത്തി. വളരെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ വിങ്സിനെതിരെ വിങ്ങേഴ്സുമായിട്ട് അതായത് ഞാൻ പറഞ്ഞ ഹക്കീമി പോലത്തെ അക്കാഞ്ചി ഹക്കീമി പോലത്തെ വിങ്ങേഴ്സുമായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആണ്. പിന്നെ ചാൻസസ് ത്രൂ ലോങ് ബോൾസ്. അപ്പോൾ ലോങ് ബോൾസിൻ്റെ കാര്യത്തിലും ഇവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡിഫെൻഡിങ് സെറ്റ് പീസസ്, അതായത് കോർണർ കിക്ക് ആണെങ്കിലും ഫ്രീ കിക്ക് ആണെന്നുണ്ടെങ്കിലും അവർക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള പ്രത്യേക ഒരു കഴിവുണ്ട്. ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു പ്രശ്നമാണ്. അതായത് ഇപ്പോൾ ഒരു 5 ഗോൾസ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് കോംപ്ലസൻ്റ് ആവും. അപ്പോൾ അവർ 2 ഗോൾസോ 3 ഗോൾസോ അടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഒപ്പോണൻറ്റ്. അതാണ് ഞാൻ പറയുക അടുത്ത പോയിന്റും അതുപോലെ തന്നെയാണ് സ്റ്റോപ്പിംഗ് ഒപ്പോണൻസ് ഫ്രം ക്രിയേറ്റിംഗ് ചാൻസസ്. അപ്പോൾ ഒപ്പോണൻറ്റ് എപ്പോഴാണെങ്കിലും ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് വീക്കാണ് അവർ. പിന്നെ ഏരിയൽ ഡുവൽസ് ഒപ്പോണൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിലും വളരെ വീക്കാണ് അവർ. പിന്നെ ബൊറൂസിയയുടെ സ്റ്റൈൽ ഓഫ് പ്ലേ എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് പാസ് ആയിരിക്കും, വളരെ ആക്യുറേറ്റ് ആയിരിക്കും. പിന്നെ പൊസഷൻ ഫുട്ബോളാണ്, അറ്റംപ്റ്റ് ഓഫ് ബോൾസ് ഓപ്പൺ. അപ്പോൾ ഈ പൊസഷനിടയിൽ തന്നെ ഒരു ബോൾസ് കൊടുത്ത് ഗോൾ ഓടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കൂടുതലും അവർ ഡിഫൻസീവ് ഹാഫിനേക്കാളും ഒപ്പോസിഷൻ അതായത് കൂടുതൽ അറ്റാക്കിംഗ് ആണ് അവർ. ഒപ്പോസിഷൻ്റെ ഹാഫിലാണ് കൂടുതൽ അവർ കളിക്കുന്നത്. പിന്നെ അറ്റാക്കിംഗ് ഡൗൺ ദ റൈറ്റ് ആൻഡ് അറ്റാക്കിംഗ് ഡൗൺ ദ ലെഫ്റ്റ്. അതാണ് ഞാൻ പറഞ്ഞ വിങ്ങേഴ്സിൻ്റെ കാര്യം. അപ്പം റൈറ്റ് വിങ്ങറിൻ്റെ കാര്യമാണെങ്കിൽ ലെഫ്റ്റ് വിങ്ങറിൻ്റെ കാര്യമാണെങ്കിൽ എല്ലാ വിങ്ങേഴ്സും വളരെ വളരെ അറ്റാക്കിംഗ് ആണ്, ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും. പിന്നെ കുറച്ച് അഗ്രസീവ്നെസ് എന്ന് പറഞ്ഞാൽ നോൺ അഗ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഞാൻ പറഞ്ഞില്ലേ അവർ പൊസഷൻ ഫുട്ബോൾ കളിച്ചിട്ട് ഗോൾ അടിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ എക്സ്ട്രാ അഗ്രസീവ് അല്ല, പക്ഷെ എന്നിരുന്നാലും അഗ്രസീവാണ്.
ഇവരുടെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഓഫ് സൈഡ് ട്രാപ്പ് കൂടുതൽ കളിക്കും. ഇപ്പോൾ കൂടുതൽ ഓഫ് സൈഡ്സ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം പ്രത്യേകിച്ച് ഹാളൻഡിനെ പോലത്തെ പ്ലേയേഴ്സ് ഓടി ഓടി പോകുമ്പോൾ ഓഫ് സൈഡ് ട്രാപ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ ബൊറൂസിയ മണ്ണിൻ്റെ ടോട്ടൽ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ 28 അപ്പിയറൻസിൽ നിന്ന് 74 ഗോളാണ്. അപ്പോൾ എവേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14 ഗോളിൽ നിന്ന് 29 ഡിസിപ്ലിൻ നോക്കുക, 19 യെല്ലോ കാർഡും ഒരു റെഡ് കാർഡുമാണ്. പൊസഷൻ 57.5% ആണ്. പാസ് ആക്യുറസി 85.1. ഏരിയൽ ഡ്യുവൽസ് 13.8 ആണ്. റേറ്റിംഗ് മൊത്തത്തിൽ 6.78 ആണ്. ഓവറോൾ അവർക്ക് 7 ആണെന്നുണ്ടെങ്കിലും എവേയിൽ അവർക്ക് 6.78 ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, എവേയിൽ കുറച്ച് സ്ലൈറ്റ് ഡിഫറൻ്റ് ആണ് അവർ. പിന്നെ ഒഫൻസീവിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എവേയിൽ അവരുടെ സ്കോർ നോക്കുക 6.78 ഉള്ളൂ. അപ്പോൾ ഇതാണ് ബൊറൂസിയ ഡോട്ട്മണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം. ഇനി പാഡ്ഹോണിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാഡ്ഹോണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒഫൻസീവ് പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെന്നിസ് പ്രാവനിയാണ്. ആക്ച്വലി മാംബെ ആയിരുന്നു. മാംബയുടെ നോക്കുക മിനിറ്റ്സ് നോക്കി 1307. ഇപ്പോൾ കുറച്ച് ഔട്ട് ഓഫ് ഫോം ആണ്. പക്ഷേ മാംബ 5 ഗോളും 2 അസിസ്റ്റും എടുത്തിട്ടുണ്ട്. 6.53 ആണ് റേറ്റിംഗ്. പക്ഷേ ഡെന്നിസ് പ്രാവനി കുറച്ച് നാൾ കൊണ്ട് തന്നെ 5 ഗോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാസിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പാസ് പോയിരിക്കുന്നത് കൈ പ്രോജറാണ്. പിന്നെ മുഹമ്മദ് ഡ്രാജർ, ക്രിസ്ത്യൻ സ്കോറിക്. പിന്നെ ഒഫൻസീവ് തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഗോൾസ് സ്കോർ ചെയ്തിരിക്കുന്നത് അബ്ദുൽ ഹമീദ് സബീറി, പിന്നെ ബെൻ സോൾസിംഗി, സ്വെൻ മൈക്കിൾ. ഡിഫൻസീവിലാണെങ്കിലും നമ്മൾ നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ ക്ലിയറൻസ് ഉള്ളത് സെബാസ്റ്റ്യൻ സ്കോളിനുമാണ് ടാക്കിൾസ്. പിന്നെ ജമീലു കോളിൻസ്, ക്ലോസ് ഗാസ്കുല. ഇനി ഒഫൻസീവിൽ നമുക്ക് ഹോമിൻ്റെ കാര്യം നോക്കാം. ഹോമിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത് സെർബണിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെർബണി ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. GL നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. ചിലപ്പോൾ ഹോമിൻ്റെ അഡ്വാൻറ്റേജ് ഏറ്റവും കൂടുതൽ സെക്യൂർ ചെയ്യാൻ പോകുന്നത് സെർബണിയാണ്. മാംബ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്, പക്ഷേ എന്നിരുന്നാലും ഔട്ട് ഓഫ് ഫോം ആണ്. പക്ഷേ GL മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഇനി മൊത്തത്തിൽ സമ്മറി നോക്കുമ്പോൾ അവരുടെ ബെസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെബാസ്റ്റ്യൻ സ്കോളിനുമാണ്, ഫെൻഡറാണ്. പിന്നെ കൈ പ്രോഗർ അഗ്രസീവ് മിഡ്ഫീൽഡറാണ്. പിന്നെ ഇതൊരു ഡിഫൻഡറാണ്. പിന്നെ അവരുടേത് ഡെന്നിസ് സെർബനി. പക്ഷെ കുറച്ച് നാളെ ആയുള്ളൂ വന്നിട്ട്, മിനിറ്റ്സ് കുറവാണ് ഗോൾസിനെ സംബന്ധിച്ച്. ഇനി ടീമിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ഷോട്ടിന് വീരന്മാരാണ് അവർ. നിങ്ങൾക്കറിയാം ബൊറൂസിയ ഡോട്ട്മണ്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പോണിന് സ്കോർ ചെയ്യാനുള്ള ചാൻസ് ഒരുക്കി കൊടുക്കുക എന്നുള്ളൊരു വീക്ക്നെസ് ആണ് അവർക്ക്. അതുപോലെ തന്നെ ലോങ് ഷോട്ടിന് ഇവർ മുസ്താദാണ്. അതുകൊണ്ട് ലോങ് ഷോട്ട് കൂടുതൽ കൊടുക്കുന്ന പ്ലെയറിനെയും അതുപോലെ ലോങ് ഷോട്ട് നല്ലോണം കളിക്കുന്ന ഗോൾ കൺവേർട്ട് ചെയ്യുന്ന പ്ലേയേഴ്സിനെ നിങ്ങൾ മസ്റ്റായിട്ട് ഇടുക. ഇനി അവരുടെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ പൊസഷൻ വീക്ക്നെസ് ആണ്, സ്കോർ ചാൻസസ് വീക്ക്നെസ്, അറ്റാക്ക് ഡൗൺ ദ വിങ്സ് വീക്ക്നെസ്, ലോങ് ഷോട്ട് ഡിഫെൻഡിങ് വീക്ക്നെസ്, അതുപോലെ സ്കിൽഫുൾ പ്ലെയറുമായിട്ടുള്ള ഡിഫെൻഡിങ് വീക്ക്നെസ്, സെറ്റ് പീസസുമായിട്ടുള്ളത് വീക്ക്നെസ്, ഏരിയൽ ഡുവൽസ് വെരി വീക്ക്. ഇനി പാഡ് ബോൺസിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വിങ് ആണ് അവർ കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത്. ലെഫ്റ്റ് വിങ്ങിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം മസ്റ്റായിട്ട് പിക്ക് ചെയ്യുക, അതിലാണ് അഡ്വാൻറ്റേജ്. പിന്നെ ടേക്കിംഗ് ലോങ് ഷോട്ട് ഞാൻ പറഞ്ഞു വളരെ അഡ്വാൻറ്റേജ് ഉള്ളതാണ്. പിന്നെ പ്ലേ വിത്ത് വെച്ച് കളിക്കുന്നതാണ് അവരുടെ ഒരു ഇത്. പിന്നെ അവരുടെ ഫസ്റ്റ് 7 പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം കൺസിസ്റ്റൻ്റ് ആണ്. പിന്നെ വളരെ 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 അഗ്രസീവായിട്ടുള്ള ടീമാണിത്. കാരണം അവർക്കൊന്നും നോക്കാനില്ല, അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു കഷ്ടം എന്ന് പറഞ്ഞാൽ ഇവർ ഒപ്പോസിഷൻ ഹാഫിലല്ല, അവരുടെ തന്നെ ഹാഫിലാണ് കൂടുതൽ കളിക്കുന്നത്. അതായത് കൂടുതൽ പൊസിഷൻ വച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റാത്തതിൻ്റെ റീസൺ അതുകൊണ്ടാണ്. കാരണം അവരുടെ ഹാഫിൽ കളിക്കുമ്പോൾ ഒപ്പോസിഷൻ എന്താണെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്യും, ഗോൾ സ്കോർ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഇവർക്കുണ്ട്. അവർ അറ്റാക്കിങ്ങിൽ ഒപ്പോസിഷൻ ഹാഫിൽ കൂടുതൽ പ്ലേ ചെയ്യാറില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഓവറോൾ അവരുടെ ബെസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞാൽ സെർബനിയാണ്. പിന്നെ മംബ. അസിസ്റ്റ് കൊടുക്കുന്നതാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലെയർ പ്രോജറാണ്. ഇത് അവരുടെ ഇത്രയും നാളത്തെ അപ്പിയറൻസിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയേഴ്സാണ്. അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ വിങ്ങേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങളിവിടെ നോക്കുക ആരൊക്കെയാണ് വിങ്ങേഴ്സ് എന്നുള്ളത്. അപ്പോൾ ആ വിങ്ങേഴ്സിന് ലെഫ്റ്റ് വിങ്ങിലുള്ള ആൾക്കാരെ കൂടുതൽ നിങ്ങൾ നോക്കുക. ലെഫ്റ്റ് വിങ്ങർ, റൈറ്റ് വിങ്ങ് വീക്ക് എന്നുള്ളതല്ല, പക്ഷെ കൂടുതലും അവർ ലെഫ്റ്റ് വിങ്ങിലാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ വിങ് അറ്റാക്ക് വളരെ കൂടുതലാണ്. ഏരിയൽ ഡ്യൂവൽസിന് മാത്രമേ ഉള്ളൂ അവർക്കൊരു പ്രശ്നം. പിന്നെ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ലോങ് ബോൾസ് കൊടുക്കാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ. അതുകൊണ്ട് ലോങ് ബോൾസ് പ്രിവെൻറ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റിക്കഴിഞ്ഞാൽ ഇന്നൊരു ക്ലീൻ ഷീറ്റ് ഉണ്ടാകും. അല്ലാന്നുണ്ടെങ്കിൽ ഡൗട്ടാണ് ക്ലീൻ ഷീറ്റ്. കാരണം സെർബനി നല്ല പ്ലെയറാണ്.
ഇനി ഞാൻ ക്രിയേറ്റ് ചെയ്ത ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻജോ ക്യാപ്റ്റൻ, വൈസ് ക്യാപ്റ്റൻ തോർഗൻ ഹസാർഡ് ആണ്. പിന്നെ ഒരു ക്ലീൻ ഷീറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ പോയിരിക്കുന്നത്. അത്രയും ക്ലീൻ ഷീറ്റ് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പില്ല, പക്ഷേ എന്നാൽ ക്ലീൻ ഷീറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ പോയിരിക്കുന്നത്. പക്ഷേ അവരുടെ ഗോൾ സ്കോറേഴ്സിന് ഞാൻ ഇൻക്ലൂഡഡ് ആണ് എസ് മാംബയും സെർബനിയും അതുപോലെ റിറ്റർ. കാരണം അവൈലബിൾ ക്രെഡിറ്റ്സ് വെച്ചിട്ട് ഞാൻ റിറ്റർ എന്ന് പറഞ്ഞ പ്ലെയറിനെയാണ് ഇട്ടിരിക്കുന്നത്. റിറ്റർ, മാർലൺ റിറ്റർ, അങ്ങനെ ഒരു പ്ലെയറിനാണ് ഞാൻ പോയിരിക്കുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ ഓഫ് കോഴ്സ് സാൻജോ ആയിരിക്കാം, വൈസ് ക്യാപ്റ്റൻ ഹസാർഡ് ആണ്. അപ്പോൾ ടീമിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കമൻറ്റിൽ, എൻ്റെ യൂട്യൂബിൻ്റെ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തിടാം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇത് തന്നെ ആയിരിക്കാം ടീം വരുന്നത്. നിങ്ങളുടെ ഒപ്പോണൻ്റ് ക്ലീൻ ഷീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലീൻ ഷീറ്റ് എന്നുള്ള കോൺസെപ്റ്റ് പറയുന്നത്. ഇനി നമ്മളെ GL സ്കോർ ലൈൻ എന്നുള്ള രീതിയിൽ പോകുമ്പോൾ 1-1 നമുക്ക് പ്രതീക്ഷിക്കാം, ഡ്രോ ആവുന്ന ടീമാണ്. 2-2 നമുക്ക് പ്രതീക്ഷിക്കാം, 1-3 നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് ഹൈ റിസ്കിയാണ്, ഇതൊന്നും ഒട്ടും ചാൻസ് ഇല്ല 1-0 ഒക്കെ. പക്ഷെ എന്നിരുന്നാലും GL ഇടുമ്പോൾ നിങ്ങൾ ഒരു റിവേഴ്സ് ക്ലീൻ ഷീറ്റ് എപ്പോഴും ഇടണം. പിന്നെ അതുപോലെ 0-1 എന്ന് പറഞ്ഞാൽ ബൊറൂസിയ 1-0 ക്ലീൻ ഷീറ്റ് അടിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതും ചാൻസ് വളരെ കുറവാണ്, കാരണം ഇവർ ഹോമിൽ ഒരു ഗോളെങ്കിലും അടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 1-2 തന്നെ ആയിരിക്കാം മാക്സിമം ചാൻസ് ഉള്ളത്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ഈ GLൻ്റെ സ്കോർ ലൈൻ ചൂസ് ചെയ്യുക. ഇനി സേഫ് ചോയ്സസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സാൻജോ, ഹസാർഡ്, ഗുറേറോ, ഹക്കീമി ഒരു അക്കാഞ്ചി, ഞാൻ പറഞ്ഞു വിങ്ങേഴ്സ്. ഹക്കീമി അതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി GL പുൺസ് എന്ന് പറഞ്ഞാൽ ബ്രാൻറ്റ് കുറേ നാളായി ആ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട്. പിന്നെയുള്ളത് മമ്പ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ഔട്ട് ഓഫ് ഫോം ആണ്. പിന്നെ സെർബനി വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ്, സെർബനി എന്തായാലും ക്യാപ്റ്റൻ കൊടുക്കാൻ നോക്കുക. പിന്നെ ഡിലാനി ഒരു ഡഹൂദ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലാരെങ്കിലും മസ്റ്റായിട്ട് ഇടുക. ഇനി ഇമ്രെ ഖാൻ ലോങ് ഷോട്ടിൻ്റെ ഒരു ആളാണ്, അപ്പോൾ ഇമ്രെ ഖാനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ആക്സൽ വിറ്റ്സൺ, ആരാണെങ്കിലും. അപ്പോൾ ഇത്രയാണ് എൻ്റെ GL സജഷൻസും പ്ലെയർ സ്റ്റാറ്റ്സും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഫുട്ബോൾ കളിക്കേണ്ടതെന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഫസ്റ്റ് കാണുക, എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ടീം ഒട്ടും ക്രിയേറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ, എന്നിട്ട് നമുക്ക് ഈ ഒരു ടീം ക്രിയേറ്റ് ചെയ്യുക, ഇന്ന് GL അടിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിൽ എത്തിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻസുമായിട്ട് വീണ്ടും എത്താം. അതുവരെ ബൈ.